ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് ഒരേപോലത്തെ ഫോർമുല അല്ലെങ്കിൽ ഒരേ ഫോർമാറ്റിൽ വേണം തയ്യാറാക്കാനായിട്ടുള്ളത്. ഇപ്പൊ ഞാൻ എൻ്റെ ബിസ്ക്കറ്റ് കമ്പനിയിൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം തയ്യാറാക്കിയ അതേ ഫോർമാറ്റ് അതേ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ അടുത്ത വർഷവും തയ്യാറാക്കാനുള്ളത്. അപ്പൊ ആ ഒരു ഫോർമാറ്റിലായിരിക്കണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇതിനെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്നിക്ക് നമ്മുടെ ലോ പറയാണ് ആ മെത്തേഡ് തെറ്റാണെന്നുള്ളത്. രണ്ടാമത് നമുക്ക് തോന്നും ഈ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നും. അപ്പം ഈ രണ്ട് മെത്തേഡ്സ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലൊരു മാറ്റം വരുന്നത്. ഇതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് 4 അക്കൗണ്ടിങ് കൺവെൻഷൻസിനെ പറ്റിയിട്ടാണ്. ഒന്നാമത് വരുന്നത് കൺസർവേറ്റിസം. എന്താ പറയുന്നത് ചോദിച്ചാല് നമ്മൾ ഒരു ബിസിനസ്സിൽ അക്കൗണ്ട്സ് കാര്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ലോങ് റണ്ണിൽ നോക്കണം. അതായത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, അങ്ങനെ നഷ്ടം സംഭവിച്ചാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പരിഹരിക്കാമെന്ന് മനസ്സിലാവും. ഇതിനെയാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഫുൾ ഡിസ്ക്ലോസ്. എന്ന് വെച്ചാല് നമ്മൾ ഒരു ബിസിനസ്സിൽ ഇപ്പം അക്കൗണ്ടന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബിസിനസ്സിന്റെ കറക്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് പൊസിഷൻ, ഇപ്പൊ നഷ്ടത്തിലാണെങ്കിൽ കറക്റ്റ് നഷ്ടം, ലാഭത്തിലാണെങ്കിൽ കറക്റ്റ് നഷ്ടം, കറക്റ്റ് ലാഭം, ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വേണം കൊടുക്കാനായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ഓണേഴ്സിന്, പബ്ലിക്കിന്, ഡെബിറ്റേഴ്സിന്, ക്രെഡിറ്റേഴ്സിനൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് പൊസിഷൻ മാത്രമേ കൊടുക്കാവൂ. അല്ലാതെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പാടില്ല. ഇതിനെയാണ് ഫുള്ളി ഡിസ്ക്ലോസ് എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേനെയാണ് എന്താ, നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിൽ വേണം തയ്യാറാക്കാനുള്ളത്. ഇന്ന് യൂസ് ചെയ്ത മെത്തേഡ് തന്നെ അടുത്ത വർഷം യൂസ് ചെയ്യണം, അതിന്റെ അടുത്ത വർഷം യൂസ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് ആ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലോ പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലായി അത് തെറ്റായിട്ട് പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എന്താ ആ മെത്തേഡ് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇനി അടുത്ത് വരുന്നത് മെറ്റീരിയാലിറ്റി. എന്ന് വെച്ചാൽ നമ്മൾ ഒരു അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്ത് ആ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു അതിനകത്ത് വേണ്ട കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് രേഖപ്പെടുത്താവൂ. അതിന് വേണ്ടാത്ത പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് വേണ്ട കുറെ കാര്യങ്ങൾ കാണും, വേണ്ടാത്ത കുറെ കാര്യങ്ങൾ കാണും. അപ്പൊ നമ്മൾ വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു അക്കൗണ്ടിങ് തയ്യാറാക്കാനായിട്ട് പാടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് കൺവെൻഷൻസ്, അതേപോലെ തന്നെ അതിന്റെ 4 ടൈപ്സ് ഓഫ് കൺവെൻഷൻസ് ആണ് നമ്മൾ നോക്കിയത്.